അല്പം അതിധൈര്യത്തോടെ ഞങ്ങളെ എതിർക്കുന്നവരോട് ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ എത്രയൊക്കെ എതിർത്താലും, എത്രയൊക്കെ ഞങ്ങളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചാലും, ഞങ്ങൾ ഈ സുവിശേഷം നിങ്ങളോട് പ്രസംഗിച്ചുകൊണ്ടേയിരിക്കും. ഏതൊക്കെ ഗവൺമെൻറ്റുകൾ, ഏതൊക്കെ കോടതികൾ, ഏത് തരത്തിലുമുള്ള നിയമങ്ങൾ ഉണ്ടാക്കിയാലും ഞങ്ങൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ തന്നെ നിർബന്ധിച്ചുള്ള മതപരിവർത്തനങ്ങൾ, പണം നൽകിയും പ്രലോഭിപ്പിച്ചുമുള്ള ഏത് തരത്തിലുമുള്ള മതപരിവർത്തനങ്ങളും അത് കുറ്റകരമായ കാര്യം തന്നെയാണ്. അപ്പോൾ തന്നെ മതപരിവർത്തനം ചെയ്യിപ്പിക്കുവാൻ ആർക്കും അവകാശവുമില്ല. ഒരുവൻ സ്വയമായി സത്യം തിരിച്ചറിഞ്ഞ് അവൻ തന്നെ പരിവർത്തനം ചെയ്യണം. എന്നാൽ മതപരിവർത്തനം ചെയ്യിപ്പിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. ഇത്ര ആധികാരികമായി ഞങ്ങൾ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടേയിരിക്കും എന്ന് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കാം, അതിത്തിരി അഹങ്കാരമല്ലേ? അല്ല, അനുസരണമാണ്. കാര്യം വ്യക്തമാക്കാം. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് അവസാനമായി കൊടുത്തിരിക്കുന്ന വലിയ കൽപ്പന, അല്ലെങ്കിൽ മഹാനിയോഗം, ഗ്രേറ്റ് കമ്മീഷനാണ് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം സർവ്വലോകത്തിലും പോയി പ്രസംഗിക്കുക എന്നുള്ളത്. ഞാൻ നിങ്ങളെ യേശു കർത്താവ് പറഞ്ഞ ആ വചനം ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം തുടങ്ങി. യേശു അടുത്തു ചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഇതാണ് കർത്താവിൻ്റെ മഹാനിയോഗം. ഞങ്ങൾ യേശുവിനെ സ്വീകരിച്ചവരായതുകൊണ്ട്, യേശുവിലൂടെയുള്ള നിത്യരക്ഷ, നിത്യജീവൻ അനുഭവിക്കുന്നവരായതുകൊണ്ട് ഞങ്ങൾക്ക് ലഭിച്ച ഈ സ്വർഗീയ സൗഭാഗ്യം മറ്റുള്ളവരോട് പറയാതിരിക്കുവാൻ കഴിയത്തില്ല. നിങ്ങൾ ഞങ്ങളുടെ കഴുത്ത് മുറിച്ച് മാറ്റിവെച്ചാലും ഞങ്ങളുടെ വായ് തുറന്ന് ഈ നിത്യതയുടെ, നിത്യജീവൻ്റെ, നിത്യരാജ്യത്തിൻ്റെ സുവിശേഷം ഞങ്ങളുടെ അധരത്തിലൂടെ വന്നുകൊണ്ടിരിക്കും. എന്താ കാരണം? ചില പ്രത്യേക ആത്മീയ സത്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ വേണ്ടി പോവുകയാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അവൻ്റെ കുടുംബമായിട്ടാണ്, അവൻ്റെ മക്കളും പ്രിയ മക്കളുമായിട്ടാണ്. ദൈവം നമ്മുടെ പിതാവാണ്, നാം അവൻ്റെ മക്കളാണ്. രണ്ടാമതായി, ദൈവത്തിന് നമ്മിൽ വസിക്കണം. അവൻ്റെ ജീവനും അവൻ്റെ തേജസ്സും അവൻ്റെ വിശുദ്ധിയും അവൻ്റെ എല്ലാ ശ്രേഷ്ഠ ഗുണങ്ങളുമായി ദൈവത്തിന് ഒരു വ്യക്തിയിൽ വസിക്കണം. അങ്ങനെ ദൈവം ഒരു വ്യക്തിയിൽ വസിക്കുമ്പോൾ മാത്രമേ അവൻ പൂർണ്ണ മനുഷ്യനാകുന്നുള്ളൂ. മൂന്നാമതായി, ദൈവത്തിന് മനുഷ്യൻ്റെ കൂട്ടായ്മ വേണം. അവൻ പിതാവാം ദൈവമായതുകൊണ്ട്, സൃഷ്ടാവായതുകൊണ്ട് തൻ്റെ മക്കളുടെ കൂടെ ഈ ഭൂമിയിൽ താമസിക്കാൻ വേണ്ടി ആഗ്രഹിക്കാം. എന്നാൽ മനുഷ്യൻ ദൈവത്തിൻ്റെ നിയമം ലംഘിച്ച് അവനെതിരെ പാപം ചെയ്ത്, പാപത്താൽ അവർ ദൈവജീവങ്കിൽ നിന്ന്, ദൈവ തേജസ്സിങ്കിൽ നിന്ന് വീണുപോയി. ദൈവത്തിൻ്റെ ന്യായവിധിയിൽ അവർ വീണുപോയി. മരണത്തിനും നിത്യനരകത്തിനും അവധിക്കപ്പെട്ടു. എന്നാൽ ദൈവം മനുഷ്യനെ കൈവിട്ടില്ല. ദൈവം ഒരു മനുഷ്യനിലൂടെ, അദ്ദേഹത്തിൻ്റെ പേര് അബ്രഹാം എന്നാണ്, അബ്രഹാമിലൂടെ തനിക്കു വേണ്ടി ഒരു സ്വന്തം ജനത്തെ ദൈവം ഉണ്ടാക്കിയെടുത്തു. അവരുടെ പേര് ഇസ്രായേൽ
യഹൂദജനമെന്നാണ്. ആ യഹൂദജനത്തിലൂടെ ദൈവം തന്നെ ഈ ലോകത്തിന് വെളിപ്പെടുത്താൻ തുടങ്ങി. ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ, ദൈവത്തിൻ്റെ തത്വങ്ങൾ, ദൈവത്തിൻ്റെ വിശുദ്ധി, ദൈവത്തിൻ്റെ കാര്യപരിപാടികൾ എല്ലാം ഇസ്രായേൽ ജനത്തിലൂടെ ദൈവം വെളിപ്പെടുത്താൻ തുടങ്ങി. അതാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ പഴയ ഉടമ്പടിയിലെ എല്ലാ വചനങ്ങളും. എന്നാൽ ഇസ്രായേൽ ജനവും ദൈവത്തിനെതിരെ പാപം ചെയ്ത് ദൈവത്തിൻ്റെ വഴിവിട്ടു പോയപ്പോൾ സ്വർഗത്തിലെ ദൈവം അവൻ്റെ ഏകജാതനായ പുത്രൻ യേശു കർത്താവിനെ മനുഷ്യവർഗത്തിൻ്റെ പകരക്കാരനായി ഈ ഭൂമിയിലേക്ക് അയച്ച് സകല മാനവജാതിയുടെയും പാപങ്ങൾ തൻ്റെ പുത്രൻ്റെ മേൽ ചുമത്തി, തൻ്റെ പുത്രനെ പാപമാക്കി, പുത്രൻ്റെ മേൽ പാപത്തിൻ്റെ ന്യായവിധി നടത്തി, യേശുക്രിസ്തുവിൻ്റെ തകർക്കപ്പെട്ട ശരീരത്തിലൂടെയും രക്തത്താലും ലോകത്തിലെ ജനത്തെ ദൈവം തന്നോട് നിരപ്പിച്ച് രമ്യതയിലാക്കി, സമാധാനത്തിലാക്കി, പാപത്താൽ ഉണ്ടായ ശത്രുത്വം ദൈവം മാറ്റിക്കളഞ്ഞു. ഇപ്പോൾ യേശുക്രിസ്തുവിലൂടെ ദൈവം നിവർത്തിച്ച ഈ നിത്യമായ രക്ഷ, ഈ വീണ്ടെടുപ്പ് ദൈവം ലോകത്തോട് പറയുവാൻ ദൈവം നിയമിച്ചിരിക്കുന്ന സഭയാണ്. യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം കേട്ട്, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തെ, സകല മനുഷ്യർക്കും പകരമായുള്ള യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തെ കണ്ട ശിഷ്യന്മാർ യേശുവിൽ വിശ്വസിച്ചു. അവരുടെ മുമ്പിൽ യേശു ഉയർത്തെഴുന്നേറ്റു. അതിനുശേഷം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ശിഷ്യന്മാരകത്ത് കൊടുത്തു. ആ ശിഷ്യന്മാർ ആത്മാവിൻ്റെ ശക്തി പ്രാപിച്ച് യെരുശലേം തുടങ്ങി ലോകത്തിൻ്റെ അറ്റത്തോളം സുവിശേഷം പറയാൻ തുടങ്ങി. ജനസഹസ്രങ്ങൾ ഈ രക്ഷയുടെ സുവിശേഷം കേട്ട് ദൈവത്തിൻ്റെ ഭവനത്തിങ്കിലേക്ക് മടങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞങ്ങൾക്കാർക്കും നിങ്ങളെ മതപരിവർത്തനം ചെയ്യാൻ കഴിയത്തില്ല. ആ വാക്ക് തന്നെ തെറ്റാണ്. ഇതൊരു മതമല്ല. പിന്നെയോ പരിശുദ്ധാത്മാവെന്ന് പറയുന്ന ദൈവത്തിൻ്റെ ആത്മാവ്, അദ്ദേഹമാണ് മനുഷ്യനെ മാറ്റുന്നത്. അതിൻ്റെ പേര് മനപരിവർത്തനം, മാനസാന്തരം എന്നൊക്കെയാണ്. ഞങ്ങളുടെ ദൗത്യം ഈ നിത്യജീവൻ്റെ യേശുക്രിസ്തു മുഖാന്തരം ദൈവം ക്രൂശിൽ പൂർത്തീകരിച്ച മാനവജാതിയുടെ രക്ഷയുടെ വീണ്ടെടുപ്പിൻ്റെ ഈ സുവിശേഷം പറക. അത് മാത്രമേ ഞങ്ങളെ കൊണ്ട് പറ്റത്തുള്ളൂ. അത് ഞങ്ങൾ ജീവൻ കൊടുത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പരിശുദ്ധാത്മാവാണ് ഒരു വ്യക്തിക്ക് മാനസാന്തരം കൊടുത്ത്, അദ്ദേഹത്തിന് മനപരിവർത്തനം കൊടുത്ത് ദൈവത്തിൻ്റെ കുടുംബത്തിലേക്ക്, ദൈവജീവങ്കിലേക്ക്, നിത്യതയിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നത്. എന്നാൽ ഈ ദൈവിക ദർശനം നഷ്ടപ്പെട്ട ഇന്നത്തെ ക്രൈസ്തവ സഭ ഒരു മതമായി മാറ്റപ്പെട്ടു. മറ്റ് മതങ്ങളെപ്പോലെ ഒരു മതമായി ക്രിസ്തീയ സഭ അധപ്പതിച്ചു പോയി. കത്തോലിക്ക, ഓർത്തഡോക്സ്, യാക്കോബായ, പ്രോട്ടസ്റ്റൻ്റ്, പെൻഡക്കോസ്റ്റൽ, ന്യൂജൻ, ബ്രദറൻ, ബാപ്റ്റിസ്റ്റ്, എന്തുമാകട്ടെ, ഇതെല്ലാം മനുഷ്യനിർമ്മിതമാണ്. ദൈവത്തിന് ഇവരുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. എന്നാൽ ഇതിനകത്തെല്ലാം ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു കൂട്ടം ജനമുണ്ട്. അവരാണ് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ. ഇന്ന് കാണുന്ന ഇത്തരത്തിലുള്ള ഒരു പ്രസ്ഥാനങ്ങളോടും ദൈവത്തിന് ബന്ധമൊന്നുമില്ല. ആ പ്രസ്ഥാനമുണ്ടാക്കി, ഭദ്രാസനമുണ്ടാക്കി, അരമനയുണ്ടാക്കി, വലിയ സമ്പത്തൊക്കെ ഉണ്ടാക്കി മതമായി തീർന്നിരിക്കുകയാണ്. എന്നാൽ ദൈവത്തിൻ്റെ മാർഗം അതല്ല. ദൈവത്തിൻ്റെ മാർഗം സഭയാണ്. സഭയിലൂടെയാണ് ദൈവം ഇന്ന് ലോകത്തെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സഭ ലോകത്തിൽ എല്ലായിടമുണ്ട്. കർത്താവിന് മാത്രമേ അവരറിയത്തുള്ളൂ. അവർ ഇന്ന് വളരെ തീക്ഷ്ണമായ നിലയിൽ ഈ നിത്യ സത്യം ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ജോലി മതപരിവർത്തനമല്ല, മനപരിവർത്തനമാണ്. മനപരിവർത്തനം എന്തിനു വേണ്ടിയാണ്? യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മുഖാന്തരം ദൈവം പൂർത്തീകരിച്ച നിത്യരക്ഷയിലേക്ക്, നിത്യജീവങ്കിലേക്ക്, നിത്യമോക്ഷത്തിലേക്ക്, നിത്യരാജ്യത്തിലേക്ക് നിങ്ങളെ ചേർക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ,
ഈ സത്യ സുവിശേഷം കേട്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ച് നിത്യരക്ഷ പ്രാപിക്കുവാൻ ഞാൻ നിങ്ങളെല്ലാവരെയും വളരെ സ്നേഹത്തോടുകൂടെ ആഹ്വാനം ചെയ്യുന്നു. താങ്ക് യു. ഗാഡ് ബ്ലെസ് യു ഓൾ.